നമ്മുടെ യോഗ ക്ലാസ്സിൻ്റെ സമയങ്ങളും ക്ലാസ്സിൻ്റെ രീതികളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഞാൻ പുതിയ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ഡൗട്ട്സൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരമാവുമല്ലോ. നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ യോഗ ക്ലാസ് നടക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ കിഴക്കേ നടക്കിൽ നമ്മുടെ മഞ്ജുളാലൊക്കെ എത്തുന്നതിൻ്റെ കുറച്ച് മുൻപ് ഒരു GVP സ്കൂളുണ്ട്, GUP സ്കൂളുണ്ട്, ഗവൺമെൻറ് UP സ്കൂൾ, പോസ്റ്റ് ഓഫീസിനൊക്കെ നേരെ ബാക്കിലായിട്ട്. അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ യോഗ നിലയം എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അവിടെ രാവിലെ വൈകിട്ടും ക്ലാസ്സുകൾ ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടക്കുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ 7 മണി വരെയും വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെയാണ് ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നത്. പിന്നെ തിങ്കൾ ടു വെള്ളി വരെ 10 മണി മുതൽ 12 മണി വരെ പേഴ്സണലായിട്ടുള്ള യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും പേഴ്സണൽ യോഗ തെറാപ്പി ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. അത് ഇൻഡിവിജ്വലായിട്ട് അതുപോലെ ഫാമിലി ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ചെറിയ രീതിയിൽ, ഒരുപാട് ആളുകളല്ല, 2-3 പേരൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് സെക്ഷനായിട്ടുള്ള ക്ലാസ്സുകളാണ് 10 മണി മുതൽ 12 മണി വരെ നടക്കുന്നത്. രാവിലെ എല്ലാ ദിവസവും 6 to 7, വൈകിട്ട് 6 to 7 ഗ്രൂപ്പ് ക്ലാസ് നടക്കുന്നുണ്ട്. ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. അതാണ് ഗുരുവായൂരത്തെ ക്ലാസ്സിൻ്റെ ഒരു രീതി. പിന്നെ നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥലമൊക്കെ വാങ്ങിയിട്ട് ഒരു സ്ഥാപനമായിട്ട് നമ്മൾ പാഴിയോട്ടുമുറിയിലാണ് അവിടെ താമസിച്ചു കൊണ്ടൊക്കെ പഠിക്കാനുള്ള സൗകര്യമുള്ളത്. അത് കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരിക്ക് പോകുന്ന റൂട്ട് പാഴിയോട്ടുമുറി, എരുമപ്പെട്ടി എത്തുന്നതിന് മുന്നെയാണ് ആ സ്ഥലം. അവിടെ നമുക്ക് ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് ആളുകൾക്കൊന്നുമില്ല, 2 റൂം അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് 2 റൂമാണ് ഇപ്പോൾ പണിതിട്ടുള്ളൂ. 2 പേർക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാം. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹാളിലൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ കിച്ചൺ ഉണ്ട്, അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാനുള്ളതും പൂജാ വിഷയങ്ങളൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. കാരണം അവിടെ ഭുവനേശ്വരി, അല്ലെങ്കിൽ ഒരു കുലദേവത, അങ്ങനെ നാഗക്കാവ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവിടത്തേക്ക് പൂജാവിധാനങ്ങൾ എങ്ങനെയാണെന്നൊരു പ്രാക്ടിക്കൽ രീതിയിൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി അവിടെ ഉണ്ട്. കൂടാതെ അവിടെ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകൾ, അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു രോഗങ്ങൾ, അങ്ങനെ വലിയ രോഗങ്ങളായിട്ടുള്ള ആളുകളല്ല, ഒരു അഭ്യംഗം, അതുപോലെ ഇലക്കിഴി, അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു ചികിത്സാ രീതികളാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസമൊക്കെ അവിടെ താമസിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു അഭ്യംഗം, ഒരു എണ്ണയിടൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മെല്ലെ മെല്ലെ നമുക്കത് ഉയർത്തി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ സമയങ്ങളും അവിടെ മെഡിറ്റേഷൻ രീതി ചെയ്യാനും പ്രാണായാമം ചെയ്യാനും, അങ്ങനെ അവിടെ ജപസാധനങ്ങൾ, മന്ത്ര സ്റ്റാൻഡിങ്, അതുപോലെ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അത്തരം വിഷയങ്ങളൊക്കെ പഠിക്കാനും ജപിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒരു ഒറ്റപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് താമസിക്കാനുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ട്, ഫാമിലി അങ്ങനെ മൊത്തമല്ല, ഒരു ഇൻഡിവിജ്വലായിട്ടൊക്കെ നിൽക്കുന്ന അനേകം ആളുകളുണ്ടാവും, ഒറ്റപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഉള്ളത്. കൂടാതെ തന്നെ അവിടെ മുൻഭാഗത്ത് നമ്മൾ അവിടെ ഒരു കുറച്ച് റൂമുകളും കൂടി അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് അതും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പണി തുടങ്ങിയിട്ടില്ല, സ്ഥലത്തിൽ അങ്ങനെ പണിയാനുള്ളൊരു പരിപാടിയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ആഴ്ചയിൽ കുറച്ച് ദിവസമൊക്കെ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഒരു പുറത്ത് നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊന്ന് നമ്മുടേതായ കാര്യങ്ങൾ, ഇപ്പോൾ യോഗ റിലേറ്റഡ് സാധനങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു റൂം വേണം. ചെറിയൊരു കിച്ചൺ, ഒരു ബാത്റൂമൊക്കെ ആയിട്ട് അവരവർക്ക് അവിടെ കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ വേണ്ടി അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഓരോ ആളുകൾക്ക്, ആഗ്രഹമുള്ള ആളുകൾക്കുള്ള ഓരോ റൂമുകൾ നമ്മളവിടെ പണിയുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊരു 5 റൂമാണ് താഴെ പണിയുന്നത്. പിന്നെ മുകളിലേക്ക് ഒരു 5 റൂമായിട്ട് ഒരു 10 റൂമുകൾ നമ്മളവിടെ പണിയാൻ ഇപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ട്. അതൊന്നും ആയിട്ടില്ല, പണി തുടങ്ങിയിട്ടൊന്നുമില്ല. അതാണ് പാഴിയോട്ടുമുറിയിൽ നടക്കുന്ന ക്ലാസ്സുകൾ. അവിടെ തന്നെ വാദ്യങ്ങൾ, ക്ഷേത്ര കലകളായിട്ടുള്ള ചെണ്ട, തിമല, ഇടയ്ക്ക, അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാനുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. ഗുരുവായൂരുണ്ട് കേട്ടോ, ക്ഷേത്രവാദ്യകലകളൊക്കെ ഗുരുവായൂരും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു സെൻറ്റർ ഉള്ളത് ഇവിടെയാണ്, ബ്രഹ്മകുളമാണ്. ബ്രഹ്മകുളം ശിവക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ
അവിടെ ഉള്ളത് ശ്രീ ഗുരു യോഗ വിദ്യാ ഗുരുകുലത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ വെച്ചാൽ അവിടെയാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളൊക്കെ നടക്കുന്നത്. ഓൺലൈനിലാണ്, ഇൻ്റർനാഷണൽ കോഴ്സാണ് യോഗ അലയൻസ് ഇൻ്റർനാഷണലിൻ്റെ. അപ്പോൾ അവിടെ ഒരു ഓൺലൈൻ സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഓൺലൈൻ കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഗുരുവായൂർ നമ്മളവിടെ സെമിനാറുകളൊക്കെ നടത്താൻ വേണ്ടി ചെറിയൊരു ഹാള് പോലെ അവിടെ ഇരുന്ന് കൊണ്ട് നമ്മൾ ആ സെമിനാറുകൾ 2 മണിക്കൂർ സെമിനാർ അറ്റൻഡ് ചെയ്യാനും സെമിനാർ എടുക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ഗുരുവായൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യോഗ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരം ആധ്യാത്മിക വിഷയങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 മണിക്കൂർ സമയം 10 മണി മുതൽ 12 മണി വരെ എല്ലാ ഞായറാഴ്ചകളിലും വ്യത്യസ്ത ആചാര്യന്മാരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് യോഗ മാത്രമല്ല, സ്പിരിച്വാലിറ്റി പല പല വിഷയങ്ങൾ, യോഗ എന്നുള്ളത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്തരം വിഷയങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും ആചാര്യന്മാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുരുവായൂർ ഭഗവാന്റെ നേരെ തൊട്ടടുത്ത് തന്നെ ഈസ്റ്റ് നടയിൽ നമുക്ക് ആ വിഷയങ്ങൾ സെമിനാർ പോലെ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്ന ക്ലാസ്സുകളുടെ വിവരങ്ങൾ. പിന്നെ ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ നടത്തുന്നത് യോഗ അലയൻസ് ഇൻ്റർനാഷണലിൻ്റെ തന്നെ യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ്. പിന്നെ യോഗാസന മത്സരങ്ങളൊക്കെ നടത്താൻ വേണ്ടി, കോമ്പറ്റീഷനൊക്കെ നടത്താൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും ജഡ്ജസിനുള്ള പരിശീലനങ്ങളും പ്രൊഫഷണൽ യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈനിൽ തന്നെ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു 5 വർഷത്തെ കോഴ്സ്, യോഗ ആചാര്യ കോഴ്സുകൾ, നിരവധി യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ. മെഡിറ്റേഷൻ ട്രെയിനർ ആവണം, മെഡിറ്റേഷൻ മാത്രമായിട്ട് ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവും, മെഡിറ്റേഷൻ ട്രെയിനർ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്, പഠിപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമ്മളുടെ ഈ ഒരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കണം എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഇത്തരം യോഗ റിലേറ്റഡ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സഹകരിച്ച് നിൽക്കണം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ കൂടെ നമുക്ക് ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെയും കൂടി ചേർത്ത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. പിന്നെ ഏറ്റവും പ്രധാനം, നമ്മൾ ശ്രീ ഗുരു യോഗ അതിൻ്റെ എല്ലാ പഠന കേന്ദ്രങ്ങളിലേക്ക് ഒരു ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അന്നദാനം, അത് ഒരു പബ്ലിസിറ്റി എന്നുള്ള രീതിയിലല്ല, ഇത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് അതുപോലെ നമുക്ക് സുമനസ്സുകൾ സഹായിക്കുന്നതൊക്കെ വെച്ചിട്ട് നമ്മളൊരു അന്നദാനം ആഴ്ചയിൽ 1 ദിവസം അന്നദാനം നമ്മൾ നടത്തുന്നുണ്ട്. അത് അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും ആക്കിയിട്ടില്ല, അതൊരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതും നടക്കുന്നുണ്ട്. ആഴ്ചയിൽ 1 ദിവസം വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പഠിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്യണത്. അതൊക്കെ നല്ല പൈസ മേടിക്കാതെ ഒരു അന്നദാനം എന്നുള്ള രീതിയിലേക്ക് ആക്കി കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രീ ഗുരു ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമാകുവാൻ താല്പര്യമുള്ളവരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതാണ് വളരെ വിശദമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കുറച്ച് അങ്ങനെ ഇഴഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ ഉള്ളത്. നമ്മുടെ ഒരു ശൈലിയാണ്, അല്ലാതെ ഒരു വളരെ ഷോർട്ടായിട്ടൊരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് അങ്ങനത്തെ വീഡിയോസൊന്നുമല്ല. വളരെ വിശദമായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ഇത്തരം വീഡിയോകൾ കാണുക, സഹകരിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.